Thank you, sir. അല്ല ഇത് കാണുമ്പോഴത്തേക്കും ഒരു കാര്യമുണ്ടേ സുരേഷ് ഏട്ടാ, ഞാൻ പറഞ്ഞില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ് ഞാൻ ലേലമൊക്കെ കാണുന്നത്. സുരേഷ് ഏട്ടനും വലിയ മാറ്റമില്ല, നന്ദിനി ചേച്ചിക്കും വലിയ മാറ്റമില്ല, ഞാനൊക്കെ അങ്ങ് വയസ്സായി. ഇതെങ്ങനെയാണ് മാം, ഇതെങ്ങനെയാണ്, ഹൗ യു മെയിൻറ്റെയിൻ യുവർ ബ്യൂട്ടി ആക്ച്വലി? കാരണം തമിഴിൽ ഭയങ്കര തിരക്കുള്ള ആക്ട്രസ് ആണ് കേട്ടോ സുരേഷ് ഏട്ടാ. ഓൾ ഓവർ ദ ടെലിവിഷൻ, റിയാലിറ്റി ഷോസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മാം, എനി ഡയറ്റ് ഓർ സംതിങ്? No, yoga. Yoga. Yeah. Okay. Any specific food, or are you vegetarian or? Yeah, I basically am a vegetarian. And yoga does a lot for the body. So Even those times also, you were a vegetarian. yes, sir. Yeah. സുരേഷ് ഏട്ടൻ അങ്ങനെ എന്തെങ്കിലും ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഡയറ്റ് ഒട്ടും ഇല്ലാത്ത ഏക ജീവി ഞാനായി ലോകത്ത്. അല്ല എന്നാലും മമ്മൂക്ക പറയുന്ന കേട്ടിട്ടുണ്ട് സുരേഷ് ഏട്ടാ, ഒരു നടനെ സംബന്ധിച്ച് ശരീരമാണ് അവന്റെ ആയുധം എന്ന്. അപ്പൊ സുരേഷ് ഏട്ടൻ ഈ ബോഡി എന്തെങ്കിലും ഫിറ്റ്നസ് ഫ്രീക്ക് പോലെ? ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്, പോളണ്ടിന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്. അതൊരു അപൂർവ ജന്മമാണ്. അങ്ങനൊന്നും ലോകത്താർക്കും പറ്റില്ല. വലിയ നടനാണ് മോഹൻലാൽ, മോഹൻലാലിനും പറ്റില്ല അതുപോലെ ആവാൻ. ഇമ്പോസിബിൾ. അല്ല മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതെ ആയിട്ട് എത്രയോ വർഷങ്ങളായി എന്നൊക്കെ നമ്മളിങ്ങനെ ഇന്റർവ്യൂസിൽ കാണാം. സുരേഷ് ഏട്ടൻ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഇനി അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി 10 കിലോ കുറയ്ക്കണം, ഇത് കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഏട്ടൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റില്ല. ഞാൻ ആ ഉപദേശം വേണ്ടാന്ന് വയ്ക്കും, അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ ഡോക്ടർ മോഹൻസ് ക്ലിനിക് ചെന്നൈ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് എനിക്ക് ഫുൾ ചെക്കപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഷുഗറിനുള്ള മരുന്നെല്ലാം നിർത്തിത്തരാം, ഒറ്റ കണ്ടീഷൻ, 6 മാസത്തിനുള്ളിൽ ഫെബ്രുവരി 15-നുള്ളിൽ എൻ്റെ 107 കിലോ 100 കിലോ ആവണം. അതിനുശേഷം പിന്നെ ഒരു 9 മാസത്തിനുള്ളിൽ ആ 100 കിലോ 93 കിലോ ആവണം എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-2.5 കിലോ കുറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ അതിനുവേണ്ടി കഠിനാധ്വാനം ഒന്നും നടത്തിയിട്ടല്ല, കുറച്ച് നടത്തം കൂടുതൽ നടന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 2.5 കിലോ ഞാൻ കുറഞ്ഞു. പിന്നെ അതിൻ്റെ തിരിച്ചടി എന്ന നിലയ്ക്ക് ചില വക്രങ്ങളുടെ എല്ലാം കുബുദ്ധി പ്രയോഗങ്ങളെല്ലാം വരുന്നതിൻ്റെ പേരിൽ ഒരു കിലോയും കൂടെ ഉടനെ തന്നെ കുറയും. You know, ma'am, we were saying actually he is one guy who act only in movies, who doesn't act in real life. Kind of a real life star ആണ് സുരേഷ് ഏട്ടൻ എന്ന് ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട്. മാമിൻ്റെ അന്നത്തെ ഓർമ്മകൾ എന്തായിരുന്നു ഡ്യൂറിങ് ദ ഷൂട്ടിംഗ് ഓഫ് ദ ലേലം, സുന്ദര പുരുഷൻ? ആ കെമിസ്ട്രി എങ്ങനെ ഓർത്തെടുക്കുന്നു മാം? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരുപാട് കേക്ക്, ഒരുപാട് പാലപ്പം, അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം ഞാൻ എവിടെ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചേ. ആലപ്പുഴ വഴി വരുമ്പോൾ അവിടുന്ന്, കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന്, കോഴിക്കോട് നിന്ന് എല്ലാം എത്ര ഭക്ഷണമാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. Yeah. He used to give me a lot of food then. നന്ദിനി ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ അതോ വേറെ ആക്ടേഴ്സിനൊക്കെ ഉണ്ടോ? എല്ലാവർക്കും. സിദ്ദിഖിൻ്റെ അടുത്ത് ചോദിക്ക്, ഷമ്മിയുടെ അടുത്ത് ചോദിക്ക്, എല്ലാവർക്കും കിട്ടും. പക്ഷെ നായികന്മാർക്ക് കുറച്ച് കൂടുതലേ ഉള്ളൂ. അല്ല, ഹൗ സ്വീറ്റ് വാസ്? ഇതുപോലെ സ്വീറ്റ് ആയിരുന്നു സുരേഷ് ഏട്ടൻ സെറ്റിലൊക്കെ? എത്രയും ടോക്കറ്റീവ് അല്ലായിരുന്നു. Yeah, you were talking a lot. അധിക പ്രസംഗിയായിരുന്നു. No, not Adhika Prasangi. I remember first day when I went there, he wasn't feeling well. So I was taken to his room to be introduced to him. And he saw me, and immediately, though he wasn't feeling well, he gave me a compliment. He said, "You're really tall and pretty," he said. And I was like really surprised because he wasn't feeling well, and would anybody think of giving somebody else a compliment at that time? But he did. And so I was before I did the film, there were many things that were told to me about him, that he's a good actor, he's a good person and all that. But when I met him, he was more than that. He was more than just being a humble person, a good actor. I don't know how to describe him sometimes because
അപ്പോൾ എനിക്ക് ഒട്ടും മലയാളം അറിയത്തില്ല, മനസ്സിലാവുന്നില്ല. ആൻഡ് റീടേക്ക് ആഫ്റ്റർ റീടേക്ക് ഒരു ടൈം ദേഷ്യം പറ്റത്തേ ഇല്ല. എന്നാലും വിച്ച് വാസ് വൺ വേർഡ് ആക്ച്വലി മാമിന് ഏറ്റവും കഷ്ടം തോന്നിയത് ഏതായിരുന്നു ടു പ്രൊനൗൺസ് ഓൺ മലയാളത്തിൽ? I don't remember that because there were so many dialogues there. It was a tongue twister for me then. ഇപ്പോൾ കുറച്ച് മനസ്സിലാവും, കുറച്ച് സംസാരിക്കും. ഈ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ മാം? അങ്ങനെ വല്ലതൊക്കെ ഒന്ന് നോക്കാൻ പറ്റുമോ? ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, മാളയപ്പുറം രണ്ടാം ഭാഗം നായികയാണ്. അല്ല എന്നാലും മാം ഹൗ വാസ് ലൈക്ക്, കാരണം ജോഷി സർ എന്ന് പറയുന്ന ഒരു ലെജൻഡ് ആസ് എ ഡയറക്ടർ, ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ ആസ് എ ഹീറോ. സോ അന്ന് എന്തെങ്കിലും ഒരു ടെൻഷൻ, പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നോ മാമിന്? ഇല്ല, എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ബിക്കോസ് I was so friendly. For everything I said they would have a joke or we would like go picnic there and ശ്രദ്ധിക്കൊക്കെ നല്ലതുപോലെ കളിയാക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജോവിയലായിട്ടൊക്കെ അങ്ങനെ പോയി, വലിയ പ്രഷർ ഉണ്ടായില്ല. yes. പക്ഷെ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ജോഡി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഏട്ടൻ. കാരണം സുരേഷ് ഏട്ടൻ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് മാമിനും ആ ഹൈറ്റ് ഉള്ള രണ്ടും ഭയങ്കര ബാലൻസ്ഡ് ആയിരുന്നു. പിന്നെ രണ്ടുപേർക്കും പാലപ്പത്തിന്റെ നിറവും ആയതുകൊണ്ട് വലിയ match-ആണ്. ഈയിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പഴയ നായിക എന്ന് പറയുമ്പോൾ ലേലം, സുന്ദരപുരുഷൻ എന്നീ ഹിറ്റ് സിനിമകളിൽ സുരേഷ് ഗോപിയുടെ നായികയെ അഭിനയിച്ച നന്ദിനി സുരേഷ് ഗോപിക്ക് ഒരു സർപ്രൈസ് അഭിമുഖം നൽകിയിരുന്നു, അല്ലെങ്കിൽ സർപ്രൈസ് വിസിറ്റ് നൽകിയിരുന്നു. അപ്പോൾ ആ വേദിയിലേക്ക് നന്ദിനി വരുന്ന കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ലായിരുന്നു. പിന്നിൽ വന്ന് കണ്ണുപൊത്തിയപ്പോൾ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു സുരേഷ് ഗോപി. ഞെട്ടിയൊന്നുമില്ല, യക്ഷിയൊന്നും അല്ലല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. പണ്ടൊരു TV ഷോയിൽ പാർവതി അഭിമുഖം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയറാം കയറി വരുന്ന ഒരു സീനുണ്ടല്ലോ, അന്ന് ഞാൻ കരുതിയത് അത് പ്ലാൻഡ് ആയിരിക്കുമെന്നാണ്. എന്നാൽ അല്ല എന്ന് ഇപ്പോൾ ബോധ്യമായി എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ലേലം സിനിമയിലെ ചില അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം ഇവർ സംസാരിക്കുന്നുണ്ട്. നന്ദിനിക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അന്ന് സിനിമയിൽ ഒരു പാലപ്പത്തിന്റെ നിറമാണ് എന്ന് നന്ദിനിയെ നോക്കി പറയുന്നൊരു രംഗമുണ്ട്. അത് നന്ദിനിയെ കണ്ടതിന് ശേഷം രഞ്ജി പണിക്കർ എഴുതി ചേർത്ത ഡയലോഗാണെന്നാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത്. താൻ ഇതുവരെ പാലപ്പം കഴിച്ചിട്ടില്ല എന്ന് തന്റെ പഴയ നായിക പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുക്കാനും മാറിക്കൊടുക്കാനും വരെ സുരേഷ് ഗോപി തയ്യാറായി. ലേലം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് നന്ദിനിക്ക് ഒരുപാട് ഭക്ഷണം വാങ്ങിക്കൊടുത്തതായും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അന്നും നന്ദിനി വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് സുരേഷ് ഗോപി ഇപ്പോഴും ഓർക്കുന്നു. ആദ്യമായി കണ്ടപ്പോൾ സുന്ദരിയാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്പോഴും നന്ദിനിക്കും വളരെ നല്ല ഓർമ്മയാണ്.